ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു ഫിലിമിനെ വന്നിരിക്കുകയാണ്. പ്രേമലു കാണാൻ വന്നതാണ്. വർക്കിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ മുങ്ങിയതാണ്. അപ്പോൾ ദേ നല്ല സിനിമയാണ്, കാണാൻ വന്നു. കാഴ്ചകളും നമ്മുടെ പാലക്കാടുള്ള തിയേറ്ററാണ്. പാലക്കാടുള്ള തിയേറ്ററിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ഇറങ്ങാണ്. ഞങ്ങളുടെ സ്വന്തം പാലക്കാട്, അതിമനോഹരമായ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉള്ള പാലക്കാടാണ്. തിരിച്ചു പോകുന്ന വഴിയാണ്. പോകുമ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനും ഇതിന് തൊട്ട് താഴെ തന്നെയാണ്. ട്രെയിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള നാടല്ലേ ഞങ്ങളുടെ പാലക്കാട്. പാലക്കാടിലെ കുറച്ച് കാഴ്ചകൾ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ സമയമായി 5 മണി 5:30 കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ വേഗം വീടെത്തി. അപ്പം നമ്മളങ്ങനെ പ്രേമലുവിനെ പോയി വന്നിട്ടുണ്ട്. അവിടുത്തെ നല്ല തിരക്കുണ്ടായിരുന്നു. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നല്ല അടിപൊളി സിനിമയാണ്. നല്ല അത്യാവശ്യം കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു നല്ല സിനിമ തന്നെയാണ്. ആരും അറിയാതെ മുങ്ങിയതാണ്. അപ്പൊ ഞാൻ വർക്കിന്റെ ഇടയിൽ കൂടെ ഉച്ചയ്ക്കൊന്ന് മുങ്ങി. ഇനിയിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും അറിഞ്ഞോളും. പിള്ളേരിനെയും കൊണ്ടുപോയില്ല, അവര് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവര് വന്നാലും പിന്നെ അവർക്ക് ബോറടി തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ആരും അറിയാതെ ഞാനും ഏട്ടനും കൂടെ മുങ്ങിയതാണ്. പക്ഷെ പിടിക്കപ്പെടും, എന്തായാലും വീഡിയോ വരുമ്പോൾ പിടിക്കപ്പെടും. അപ്പൊ അങ്ങനെ വൈകിട്ട് വന്നു. ഉച്ചയ്ക്ക് 2 മണിയുടെ ഷോയ്ക്കാണ് പോയത്. 5:30 ആകുമ്പോഴേക്കും നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. വന്നതിന് ശേഷം എന്താ വരുമ്പോ വലുത് ചെരുപ്പ് വേണം പറഞ്ഞു. അവനെ ചെരുപ്പ് വാങ്ങിയിട്ട് വന്നു. അവൻ ഇവിടെ കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അച്ഛനും മോനും കൂടെ പിന്നെയും പോയി ആ ചെരുപ്പ് മാറ്റാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഡിന്നർ പരിപാടി നോക്കണമല്ലോ. രാവിലെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇപ്പോൾ രാത്രിക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കിയ ഇടിയപ്പം അറിയാലോ. അപ്പോൾ നൂൽപുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ രാവിലേക്കും. അപ്പോൾ രാവിലേക്ക് ഇതേ കുറച്ച് തോര പൊട്ടിച്ചിട്ട് വന്നതാണ്. ഇനിയും നിറച്ചുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് തോലൊക്കെ കളഞ്ഞു വെച്ചാൽ നാളെ രാവിലെ തോരക്കറി വെക്കാലോ. നമ്മുടെ വീട്ടിലുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇനി മിക്കവാറും തോരക്കറി ആയിരിക്കും. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾസ് അല്ലേ. ആകെപ്പാടെ ഒരെണ്ണേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഞാനിതൊക്കെ തോല് കളഞ്ഞിട്ട് വരാം. ഇനിയിപ്പോ ഏട്ടനും കുഞ്ഞാറ്റിയും കൂടെ ചെരുപ്പ് മാറ്റാൻ പോയിട്ടുണ്ടല്ലോ. പോയി വരുമ്പോ അവര് നൂൽപുട്ടിനുള്ള പൊടി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോഴേക്കും ഞാനും എന്റെ വരും കൂടെ ഇതൊക്കെ തോല് കളഞ്ഞെടുക്കട്ടെ. തോല് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കിട്ടി. അപ്പൊ നമുക്ക് നാളെ രാവിലേക്ക് വെക്കാനുള്ളതായിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണു. അപ്പൊ തോരമണി നാളെ കറി വെക്കുമ്പോ കാണാം. അച്ഛനും മോനും കൂടെ വന്നിട്ടുണ്ട്. നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള അരിപ്പൊടി വാങ്ങിയിട്ട് വന്നിട്ട് ഇനി ഞാൻ വേഗം ഇതൊന്ന് കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കാം. കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്. അപ്പൊ ഒന്നിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തളിച്ചിട്ടുണ്ട്. ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. മാവ് കുഴച്ച് കഴിഞ്ഞു. നമുക്കിതില് നിറയ്ക്കാം. എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇഡലിക്കുഴിയിലും എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് 2 തട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്റെ ഇഡലി കുക്കറാണല്ലോ. ആ കുക്കറില് 6 തട്ടുണ്ട്. ആ 6 തട്ടില് ഞാനിങ്ങനെ വേഗം കറക്കി നൂൽപുട്ട് ഉണ്ടാക്കാൻ വെക്കട്ടെ. നൂൽപുട്ട് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാവേ. പിള്ളേര് വിശന്നിരിക്കുകയാണ്. ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അടുത്ത സെക്ഷൻ ഞങ്ങൾ എന്റെ കുഞ്ഞിടിയപ്പം
കഴിക്കട്ടെ. അവന്മാർ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം ഞാനും ഫുഡ് അടിക്കട്ടെ. രാത്രി സമയം ഒരുപാട് വൈകിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡ് അടിക്കാൻ പോവുകയാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്.